ഹലോ ഡേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ്. ഇന്നലെ എല്ലാ ആളുകളും കാത്തിരുന്ന US ഇൻഫ്ലേഷൻ ഡേറ്റ, അതായത് പണപ്പെരുപ്പ നിരക്ക് വന്നിട്ടുണ്ട്. പണപ്പെരുപ്പ നിരക്ക് 3.2 നിന്ന് 3.4 ഉയർന്നു എന്നുള്ളതാണ്. അത് പണപ്പെരുപ്പം ഉയരുന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് അത് ദോഷകരമായ കാര്യമാണ്. എന്നാൽ മാർക്കറ്റ് ഇടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ US മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞിട്ടില്ല. കാരണം ഇതിൽ തന്നെ കോർ പാർട്ടായിട്ടുള്ള എനർജി, ഫുഡ്, ആ ഒരു കോർ ഇൻഫ്ലേഷൻ 4% നിന്ന് 3.9 സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അത് ന്യൂട്രൽ ആയതുകൊണ്ടാണ് US മാർക്കറ്റ് ഇന്നലെ വലിയ നെഗറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്യാത്തത്. എന്നാൽ പിന്നെ ഇപ്പോൾ US ഫ്യൂച്ചർ റാലി ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരവുണ്ട്. US മേജറായിട്ടുള്ള 4 ബാങ്കുകളുടെ, സിറ്റി ഗ്രൂപ്പും മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള 4 ബാങ്കുകളുടെ റിസൾട്ട് ഇന്ന് വരികയാണ്. ഇതിൽ സിറ്റി ഗ്രൂപ്പ് ഓൾറെഡി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കറൻസി കൺവേർഷൻ കാരണം ഏകദേശം ഒരു $800 മില്യൺ കുറവ് നെറ്റ് പ്രോഫിറ്റിൽ വന്നേക്കാം എന്ന് ബാങ്ക് റിസൾട്ട് മുന്നേ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ US ഫ്യൂച്ചർ ഫോളോ ആയിരിക്കുന്നത്. അതായത് നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ ഇത്ര അധികം കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ആണ് നെക്സ്റ്റ് ഡേ നമുക്ക് മാർക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടുക. അതും നമ്മളുടെ നിഫ്റ്റിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് എത്തുമ്പോഴേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ മാർക്കറ്റ് സമയത്ത് ഇന്ന് മാർക്കറ്റ് എന്താകുമെന്നും നമുക്ക് കൃത്യമായ ധാരണയില്ല. കാരണം ഇത്തരം ഡേറ്റകൾ വരാനുണ്ട്. ഈ ഡേറ്റകൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ നമുക്ക് ഇല്ല. അത് വരണം, ഡേറ്റ വന്നാൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിവേ, ഇപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. നമുക്ക് ഇനി മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴേന്ന് നോക്കാം. ഏറ്റവും താഴേന്ന് US VIX 5% ഇടിഞ്ഞ് 10.9. നാസ്ഡാക്ക് ഫ്ലാറ്റാണ്. ഡോ ഫ്ലാറ്റായിരുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കുറച്ച് മുകളിലേക്ക് പോകാം. ബിറ്റ്കോയിൻ കാണാം, 46,197 സ്പോട്ട്, 480 പോയിൻറ്റിൻ്റെ സ്ലൈറ്റ്ലി ഫോള്. UK മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിഞ്ഞിട്ടുണ്ട് കാണാം. FTSE, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റ് 3ഉം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2,031 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 63% ലോങ് പൊസിഷൻ, 37% ഷോർട്ട് പൊസിഷൻ. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 4% അടുത്ത് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. വിപ്രോ ഫ്ലാറ്റ് ആയിരുന്നു. മറ്റുള്ള സ്റ്റോക്കുകളൊക്കെ ഫ്ലാറ്റ് ആയിരുന്നു. ഡോക്ടർ റെഡ്ഡി 2.25% ഇടിഞ്ഞിട്ടുണ്ട്. അതും ശ്രദ്ധിക്കുക. റിലയൻസ് തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ റാലി രേഖപ്പെടുത്തുന്നുണ്ട്. GDRലും റാലി രേഖപ്പെടുത്തുന്നുണ്ട്. US ടെക്നോളജി കമ്പനീസിൽ ടെസ്ല ഒരു 3% ഇടിഞ്ഞു. നെറ്റ്ഫ്ലിക്സ് 3% കയറി. ആപ്പിൾ, ഫേസ്ബുക്ക്, ഗൂഗിൾ തുടങ്ങിയ കമ്പനീസ് മിക്സഡ് ആയിരുന്നു. മാർക്കറ്റ് അങ്ങനെ അവസാനിച്ചു. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. ഇന്ന് പ്രധാനമായിട്ടും സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. സെൻസെക്സ് എന്ന് പറയുന്നത് BSE എന്ന് പറയുന്ന ഇൻഡെക്സിലെ മേജറായിട്ടുള്ള 30 കമ്പനികളുടെ സൂചികയാണ് സെൻസെക്സ്. എങ്ങനെയാണോ നിഫ്റ്റി, അതുപോലെ തന്നെയാണ് സെൻസെക്സ്. എന്നാൽ പിന്നെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ സെൻസെക്സിൽ ട്രേഡ് ചെയ്താലോ എന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സെൻസെക്സിൻ്റെ സ്പോട്ട് 70,000, നിഫ്റ്റിയുടേത് 20,700. അപ്പോൾ നിഫ്റ്റിയുടെ 3 മടങ്ങാണ് സെൻസെക്സ്. അത്രക്കധികം മൂവ്മെൻ്റാണ് ഉണ്ടാകുക. എന്നാൽ അത്ര കിടിലം പ്രീമിയം ഇല്ല. ഹൈലി വോളറ്റൈലാണ്. പ്രീമിയം താരതമ്യേന കുറവാണ്. അടുത്തേക്ക് വരുമ്പോൾ പ്രീമിയം കൂടുതലുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ലിമിറ്റ് ഓർഡർ ഒന്നും എക്സിക്യൂട്ട് ആവില്ല. മാർക്കറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. ലിമിറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ട്രേഡൊക്കെ പ്ലാൻ ചെയ്യുക. എനിവേ, എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. എല്ലാ ദിവസവും എക്സ്പയറി നമ്മൾ പല ഇൻഡെക്സുകളിൽ ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ സമയങ്ങളെല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളും അതനുസരിച്ച് മുൻകരുതലുകൾ എടുക്കുക, കൂടുതൽ അറിവുകൾ നേടുക. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ അവർ 865 കോടി രൂപക്ക് അവർ ഇന്നലെ സെല്ല് നടത്തി. DIs 1,607 കോടി രൂപക്ക് ബൈയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് FIS സെല്ലിംഗ് മോഡിലാണ് ഉള്ളത്. ഇനി പ്രധാനമായിട്ട് ഇന്ന് റിസൾട്ട് വരുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. HCL ടെക്, വിപ്രോ, HDFC ലൈഫ്, ടാറ്റ മെറ്റാലിക്സ്, ആനന്ദ് രഥി വെൽത്ത്,
ഭാരത് ബിജ്ലി, ആദിത്യ ബിർള മണി, ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. അതുമാത്രമല്ല, ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻഡ് അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്കുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. റിസൾട്ടിലേക്ക് കടക്കാം. റിസൾട്ട് ഇന്ന് പ്രധാനമായിട്ടും HCL ടെക്, വിപ്രോയുടെ റിസൾട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച ഉള്ളത്. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര 630 കോടി രൂപക്ക് ഇവരുടെ ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈൽ മേഖലയിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ഇതാണ് ന്യൂസ്. നെയ്ക്ക, പ്രമുഖ ഫെയർനെസ് കമ്പനിയാണ് നെയ്ക്ക. അപ്പോൾ നെയ്ക്കയുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ലെക്സ്റ്റാൻഡൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് നെയ്ക്കയുടെ ഏകദേശം ഒരു 2.5 കോടി ഷെയറുകൾ ബ്ലോക്ക് ഡീലിലൂടെ, അതായത് 490 കോടി രൂപ പുറത്ത് വരുന്ന സ്റ്റോക്കുകൾ വിൽക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ട് എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. കോൺകൂർ കണ്ടെയ്നർ കോർപ്പറേഷൻ ഇവരുടെ ടോട്ടൽ കാർഗോ വോളിയം 6% ഒരു വളർച്ച 6% ഉയർന്നിട്ടുണ്ട് എന്ന് കമ്പനി അറിയിച്ചു. ബൻസാലി എഞ്ചിനീയറിംഗ് കമ്പനി ഇവരുടെ ഒരു പുതിയ പ്ലാന്റ് രാജസ്ഥാനിൽ, ആ ഒരു പ്ലാന്റിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. JH ഇൻഫ്ര കമ്പനിക്ക് 712 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് കമ്പനി അംപെസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 49 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ടാറ്റ പവർ കമ്പനി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് പുതിയൊരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ ഇവർക്ക് 10,000 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരണയായിട്ടുണ്ട്. LIC മൾട്ടിപ്പിൾ ടൈംസ് LICക്ക് ഡിമാൻഡ് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്ന്. 3,528 കോടി രൂപയുടെ ടാക്സ് നോട്ടീസ് മുംബൈയിൽ നിന്ന് കിട്ടിയതായിട്ടാണ് പുതിയ ന്യൂസ്. ബലേജ് പ്രൊജക്റ്റിന് 487 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അഗ്രോ ക്യാപിറ്റൽ ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, ഇവർ കൈകാര്യം ചെയ്യുന്ന തുകയുടെ ആസ്തി 60% ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനി ഷാൽബി കമ്പനി ഹോസ്പിറ്റൽ രംഗത്തുള്ള കമ്പനിയാണ്. ഇവർ ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. KPE ഗ്രീൻ കമ്പനിക്ക് ഇവർക്ക് ഒരു പുതിയ സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. മഹേന്ദ്ര ലൈഫ് സ്പേസ് കമ്പനി റിയൽ എസ്റ്റേറ്റ് മേഖലയുള്ള കമ്പനിയാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഇവർ പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് ലഭിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ ചെക്ക് ചെയ്യാം. മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യേണ്ട. കൂടാതെ തന്നെ അപ്സ്റ്റോക്ക്, സെറോദ തുടങ്ങിയ ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്ന ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്സ്റ്റോക്കിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.